ഇന്ന് നമുക്ക് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ടക്കാരുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഇഫ്താർ റെസിപ്പിയായ തിക്കിടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കുവാണ്. അതിലേക്ക് നമുക്കിനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. വെള്ളം മാവിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാ വെള്ളം മാവിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് വേണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറാനായിട്ടും അതുപോലെ മാവ് ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമുക്ക് 15 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കിനി ഇത് കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറേശ്ശെ മാവ് എടുക്കുക. എന്നിട്ട് നമുക്കിത് നീളത്തിനൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ നീളത്തിന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് വളരെ കുഞ്ഞായിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കുക കേട്ടോ. കുഞ്ഞു ബോളാക്കി എടുക്കുക. എന്നിട്ട് നമുക്കത് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതിയാകും. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ഒരു വലുപ്പത്തിന് തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മൾ കുഞ്ഞു ബോളാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒത്തിരി വലിപ്പമുള്ള ബോളാക്കുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. കുഞ്ഞു ബോളാക്കിയിട്ട് ഇതുപോലെ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കുവാണ്. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് തേങ്ങ ചേർക്കുവാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർക്കുക, അതായിരിക്കും ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഞാനിതിലേക്ക് 12 ഉള്ളി ചേർക്കുവാണ്. തീരെ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 12 എണ്ണം ചേർത്തിട്ടുള്ളത്. വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകം ചേർക്കുവാണ്. പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാം. ഇത് തണുത്ത് കഴിയുമ്പം നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിടി പൊടിഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് മിക്സാക്കുക കേട്ടോ. നമ്മൾ ഈ പിടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിടി നന്നായിട്ട് വെന്തിട്ട് അരപ്പ് നല്ല കുറുകി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ പിടിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പിടി നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ നല്ല പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിരിക്കും. ഇനി ഇത് നന്നായിട്ട് തണുക്കുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് സെറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് 15 മിനിറ്റോളമാണ് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം കേട്ടോ. കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം.
അപ്പോൾ ഇതാ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, അതാണ് കേട്ടോ ടേസ്റ്റ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഇതിലേക്ക് ഞാൻ 5 ഉള്ളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ. കറിവേപ്പില ആദ്യമേ ചേർക്കണ്ട, ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയം മാത്രം ചേർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറിവേപ്പില അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് നമുക്കിത് തിക്കിടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കഴിക്കാനായിട്ട്, അപ്പോഴാണ് ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വേണം തിക്കിടിക്ക് വേണ്ടത്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോൺ വെജ് കറിയാണ്. ഏറ്റവും നല്ലത് മട്ടൻ കറിയാണ്, അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ നമുക്ക് ഇതിനോട് സർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.